2. പന്തീരടി പായസം. വിഷ്ണു പൂജ, കൃഷ്ണപ്രീതി, ബ്രഹ്മരക്ഷസ് പൂജ, വ്യാഴഗ്രഹ ദോഷ പരിഹാര വഴിപാട് എന്നിവ ഉദ്ദേശിച്ച് ജ്യോത്സ്യന്മാർ വിധിക്കുന്ന പ്രകാരം ഭക്തന്മാർ ചീട്ടാക്കുന്ന പാൽപ്പായസ വഴിപാടുകളെല്ലാം രാവിലെ പന്തീരടി പൂജയ്ക്കാണ് നിവേദിക്കുന്നത്. അത്തരം വഴിപാടുകൾ നടത്തേണ്ടവർ ആ വിവരം പറഞ്ഞ് ചീട്ടാക്കണം. 3. നാടകശാല സദ്യ. അമ്പലപ്പുഴ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് 9-ാം ഉത്സവ ദിനങ്ങളിൽ നടക്കുന്ന നാടകശാല സദ്യ കാണുന്നതിന് ഭഗവാൻ മണിക്കിണറിൻ്റെ മതിലിൽ കയറി ഇരിക്കാറുണ്ട് എന്നൊരു വിശ്വാസമുള്ളതിനാൽ ഉത്സവത്തോടനുബന്ധിച്ച് കൺവെൻഷൻ പന്തലൊക്കെ ഇടുന്നതുപോലെ മണിക്കിണറിനും പന്തലിടാറുണ്ട്. ഒരു 9-ാം ഉത്സവ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ വില്വമംഗലത്തെ സ്വാമിയാർ ഭഗവാനെ ശ്രീകോവിലിൽ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് നാടകശാലയിൽ നടന്നുകൊണ്ടിരുന്ന സദ്യയിൽ നെയ്യ് വിളമ്പുന്ന ഭഗവാനെ കണ്ടത്. സ്വന്തം ഉത്സവത്തിൻ്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പാടുപെടുന്ന ക്ഷേത്ര ജീവനക്കാർക്ക് നൽകുന്ന നാടകശാല സദ്യയിൽ ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപം ധരിച്ച് ഭഗവാൻ സ്വയം നെയ്യ് വിളമ്പുന്നത് നഗ്ന നേത്രങ്ങളാൽ കണ്ട വില്വമംഗലത്തെ സ്വാമിയാർ അന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം ഓടിയെത്താൻ ശ്രമിച്ചു. ഇത് കേട്ട് ഭഗവാൻ പുറത്തേക്ക് ഓടി. ഇത് കണ്ട് സദ്യ ഉണ്ണുന്നവരും എഴുന്നേറ്റ് ഭഗവാനെ വിളിച്ചുകൊണ്ട് ഓടുന്ന വില്വമംഗലത്തിൻ്റെ പിന്നാലെ ഓടി. ആ ഐതിഹ്യം ഓർമ്മിപ്പിക്കത്തക്ക നിലയിൽ ഇന്നും നാടകശാല സദ്യ ഉണ്ണുന്നവർ ഭക്ഷണം കഴിച്ചു തീരാറാകുമ്പോൾ എഴുന്നേറ്റ് പുറത്തിറങ്ങി വഞ്ചിപ്പാട്ടെല്ലാം പാടി ആഹ്ലാദത്തിമർപ്പോടെ കൈകൾ കഴുകുന്നതിനായി പുത്തൻകുളത്തിലേക്ക് നീങ്ങും. 4. അമ്പലപ്പുഴ വേലകളി. ചെമ്പകശ്ശേരി രാജ്യം നിലവിലുണ്ടായിരുന്നപ്പോൾ അവിടത്തെ രാജഭടന്മാർ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വേഷമാണ് ഇന്നത്തെ വേലകളിക്കാരുടെ വേഷം. ഓരോ വർഷവും രാജ്യത്തിൻ്റെ ആയുധങ്ങളും ഭടന്മാരുടെ മെയ്യഭ്യാസ പ്രകടനങ്ങളും രാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിലേക്കാണ് തിരുമുമ്പിൽ വേല നടത്തുന്നത്. ഇന്ന് സാംസ്കാരിക കേരളത്തിൻ്റെ പ്രതീകമെന്ന നിലയിൽ അന്യ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കലാരൂപമാണ് അമ്പലപ്പുഴ വേലകളി. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക ജാഥകളിലും മേളകളിലുമെല്ലാം അമ്പലപ്പുഴ വേലകളി കേരളീയ സംസ്കാര തനിമയുടെ പ്രതീകമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെമ്പകശ്ശേരി രാജ്യത്തെ പടയാളികൾ തങ്ങളുടെ അഭ്യാസ മികവുകളും മെയ്വഴക്കങ്ങളും രാജാവിൻ്റെയും ബഹുജനങ്ങളുടെയും മുന്നിൽ പ്രദർശിപ്പിക്കുവാനായിട്ടാണ് പ്രധാനമായും അമ്പലപ്പുഴ വേലകളി നടത്തിയിരുന്നത്. ശ്രീകൃഷ്ണൻ ബാലലീലകളാടിയ കാളിന്തിയിൽ കൂട്ടുകാരുമൊത്ത് യുദ്ധം ചെയ്ത് കളിച്ചിരുന്നു അത്രേ. ആ യുദ്ധങ്ങളിൽ പരിചയായി ആമ്പലിൻ്റെ ഇലയും വാളായി ആമ്പലിൻ്റെ തണ്ടുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പുനരാവിഷ്കാരമാണ് അമ്പലപ്പുഴ വേലകളി എന്നും വിശ്വസിക്കുന്നവരുണ്ട്. അമ്പലപ്പുഴ വേലകളി ഇത്രമാത്രം ആകർഷകമാകാനും അമ്പലപ്പുഴ വേല കണ്ടവന് അമ്മയും വേണ്ട എന്ന പഴഞ്ചൊല്ല് രൂപപ്പെടാനും ഒരു ഐതിഹ്യം കൂടിയുണ്ട്. 2-ാം ഉത്സവം മുതൽ 9-ാം ഉത്സവം വരെ അമ്പലപ്പുഴ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും കുളത്തിൽ വേല കാണുന്നതിന് രക്ഷാകർത്താക്കളുമായി എത്തും. അച്ഛൻ്റെ തോളിലിരുന്ന് തുള്ളിക്കളിച്ചും അമ്മയുടെ കൈപ്പിടിയിൽ നിന്ന് കുതറിയോടിയും കുട്ടികൾ വേലകളി കാണുന്നത് മതിമറന്നാണ്. അളവില്ലാത്ത ആഹ്ലാദം അനുഭവിക്കുന്ന അത്തരം കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഒരിക്കൽ ഭഗവാനിൽ ബാല്യകാല സ്മരണകൾ ഉണ്ടാവുകയും ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയിൽ അമ്പലപ്പുഴ വേലകളി കാണണമെന്ന് ഭഗവാന് തോന്നുകയും ചെയ്തു അത്രേ. ഒരിക്കൽ ഒരു ഉത്സവ ദിവസം 4-5 വയസ്സു പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ വേഷത്തിൽ യശോദാ മാതാവിനോടൊപ്പം ഭഗവാൻ വേലകളി കാണാൻ എത്തി. മേളത്തിൻ്റെ താളം മുറുകി. കളിയുടെ ചുവടുകൾ ചടുലമായി കഴിഞ്ഞപ്പോൾ യശോദയുടെ കയ്യിൽ കുഞ്ഞില്ല. ആൾക്കൂട്ടത്തിൽ ഉണ്ണിയെ നഷ്ടപ്പെടുന്ന ഹൃദയവേദനയോടെ യശോദാമ്മ അന്വേഷണം തുടങ്ങി. ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ വേലകളി മേളക്കാരുടെ കൂട്ടത്തിൽ
കയറി ഒരു മേളക്കാരൻ്റെ ഗൗരവത്തോടെ സ്വയം മറന്ന് ഇലത്താളം വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് യശോദ കണ്ടത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴ വേല കണ്ടവന് അമ്മയും വേണ്ട എന്ന പഴഞ്ചൊല്ല് അങ്ങനെയാണ് അന്വർത്ഥമാകുന്നത്. 5. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം. പൂരുരുട്ടാതി പിറന്ന ദേവനാരായണൻ ചെമ്പകശ്ശേരി ഭരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ചാക്യാർ കൂത്ത് നടന്നുകൊണ്ടിരിക്കെ മിഴാവ് കൊട്ടുവാൻ നിയോഗിക്കപ്പെട്ട കുഞ്ചൻ നമ്പ്യാർ മയങ്ങുകയോ മറ്റോ ചെയ്ത് വേണ്ട സമയത്ത് മിഴാവ് കൊട്ടാതെ ഇരിക്കുകയും തൻ്റെ കീഴ്സിൽബന്ധിയെപ്പോലെ പെരുമാറേണ്ട നമ്പ്യാർ തന്നോട് കാണിക്കുന്ന അനാദരവായി ഈ സംഭവത്തെ ചാക്യാർ കാണുകയും പൊതുവേദിയിൽ വെച്ചു തന്നെ നമ്പ്യാരെ കണക്കറ്റ് അധിക്ഷേപിക്കുകയും ചെയ്തു. ഇതിൽ മനംനൊന്ത് നമ്പ്യാർ ഈ ചാക്യാരുടെ കൂടെയുള്ള ജോലി വേണ്ടെന്ന് വെക്കുകയും ചാക്യാർ കൂത്തിനേക്കാൾ സംവേദനക്ഷമതയുള്ള മറ്റൊരു കലാരൂപമായ തുള്ളൽ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ക്ഷേത്രത്തിലെ നാടകശാലയിൽ കൂത്ത് നടക്കേണ്ട സമയത്ത് ഓട്ടൻതുള്ളലിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളെല്ലാം ധരിച്ച് ക്ഷേത്രത്തിലെ കളിത്തട്ടിൽ നിന്ന് ആടുകയും പാടുകയും ചെയ്തുകൊണ്ട് ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിന് ജന്മം നൽകി. തുള്ളൽ ഒരു രാത്രി കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത കലാരൂപമല്ല. സ്വജീവിതാനുഭവങ്ങളിലൂടെ വർഷങ്ങൾ കൊണ്ട് മനസ്സിൽ രൂപപ്പെടുത്തി വച്ചിരുന്ന കലാരൂപം അന്നേ ദിവസം അവതരിക്കപ്പെട്ടു എന്നു മാത്രം. അന്ന് ക്ഷേത്രത്തിലെത്തിയ സകല കലാസ്വാദകരെയും തൻ്റെ കലാപരിപാടിയിലേക്ക് ആകൃഷ്ടരാക്കി നിർത്തുവാൻ നമ്പ്യാർക്ക് കഴിഞ്ഞു. കല്യാണ സൗഗന്ധികം കഥയാണ് ആദ്യ ദിവസം നമ്പ്യാർ അവതരിപ്പിച്ചത്. ഈ സംഭവത്തിലൂടെ കൂത്തു കാണാൻ ഒരു വ്യക്തി പോലും വരാതിരുന്നതിനെ തുടർന്ന് ഇളിഭ്യനായ ചാക്യാർ മഹാരാജാവിനോട് സങ്കടമുണർത്തിക്കുകയും അഭിജാത കലയായ കൂത്തിന് നമ്പ്യാരെ കൊണ്ട് ഉണ്ടായിട്ടുള്ള അപമാനത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് അപേക്ഷിച്ചതനുസരിച്ച് അമ്പലപ്പുഴ ക്ഷേത്രവളപ്പിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് രാജാവ് ഉത്തരവിറക്കുകയും ചെയ്തു. എന്നിരുന്നിട്ടും അന്നത്തെ ജനങ്ങൾ ഈ കലാരൂപത്തെയും നർമ്മ ഭക്തിരസപ്രധാനങ്ങളായ കഥകളെയും പാട്ടിനെയും സർവാത്മന സ്വീകരിക്കുകയും ജനകീയ കലയാക്കി അതിനെ മാറ്റുകയും ചെയ്തു. നമ്പ്യാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ ഉത്സവ പരിപാടികളിൽ തുള്ളൽ അവശ്യം വേണ്ടുന്ന കലാരൂപമായി മാറി. 2005 വരെ ഓട്ടൻതുള്ളൽ അമ്പലപ്പുഴ ക്ഷേത്ര കോമ്പൗണ്ടിൽ മാത്രം നടക്കാത്ത സാഹചര്യം തുടർന്നു. 2006 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ഉത്തരവ് പുനഃപരിശോധിച്ച് ക്ഷേത്ര മതിൽക്കകത്ത് തുള്ളൽ നടത്തുന്നതിന് അനുമതി നൽകുകയും ഓട്ടൻതുള്ളൽ നടത്തി തുടങ്ങുകയും ചെയ്തു.